ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ രാവിലെ തൊട്ടുള്ള വ്ളോഗാണ് കേട്ടോ എടുക്കുന്നത്. രാവിലെ അതാ ചായക്ക് വെള്ളം വെച്ചിരിക്കുകയാണ്. ഇതാ മുറ്റത്തേക്ക് വന്ന് നോക്കുമ്പോൾ അടുത്ത വീട്ടിലെ കോഴികളാണ് കേട്ടോ. അതൊക്കെ നമ്മളെ വീട്ടിൽ കോഴിക്കൂടുണ്ട്, പക്ഷേ കോഴി ഉണ്ടായിരുന്നു അതിൻ്റെ നായ പിടിച്ചിട്ടോ. അതിൻ്റെ ശേഷം പിന്നെ കോഴികളൊന്നും ഉണ്ടായിട്ടില്ല, വാങ്ങിയിട്ടില്ല കേട്ടോ. ഇന്ന് മക്കൾക്ക് മദ്രസ ഇല്ലാത്ത ദിവസമാണ് കേട്ടോ. ഒന്ന് വെള്ളിയാഴ്ച ദിവസമാണ് വ്ളോഗ് എടുക്കുന്നത്. പിന്നെ നമ്മളിന്ന് ചായക്ക് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പൊടി കലക്കി ദോശ, അരിപ്പൊടിയിൽ വെള്ളം പാർന്നിട്ട് ഉപ്പിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് തലേ ദിവസത്തെ മീൻ കറിയാണ്. അപ്പം ഉമ്മ അപ്പം ചൂടുന്നുണ്ട് കേട്ടോ. പിന്നെ മക്കൾക്ക് വയ്യ, ചെറിയ മോൾക്ക് പനിയും ചുമയും കഫക്കെട്ടും ശ്വാസം മുട്ടും കൂടി വന്നിട്ടുണ്ട്. ഇന്നലെ തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അവളൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. പിന്നെ രണ്ടാമത്തെ മോൾക്കുണ്ട് പനിയും ചുമയൊക്കെ. അപ്പോൾ അവളൊന്ന് സ്കൂളിൽ പോകണ്ടാവില്ല. മൂത്ത മോളുടെ പാടെന്താണാവും, വിളിച്ചാൽ ഇപ്പോൾ രണ്ടാമത്തെ വീട്ടിൽ പോകണമെങ്കിൽ മോള് പോകുമെന്നൊന്നും അറിയില്ല. ഒന്ന് എന്തായാലും ഓളൊന്ന് പറഞ്ഞയക്കണം സ്കൂളിലേക്ക്. അപ്പോൾ മക്കളൊക്കെ ഉറങ്ങുകയാണ്, നീച്ചിട്ടില്ല. അപ്പോൾ ഇതാ ഞങ്ങൾക്ക് വയറുവേദനിക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ സ്കൂൾ പറഞ്ഞേക്കണം, എന്തായാലും മാറും. ചായയൊക്കെ തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ദോശയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇതാ ദോശ ചുടൽ കഴിഞ്ഞാൽ പിന്നെ ചോറിനുള്ള വെള്ളം കൊടുന്ന് വെക്കും കേട്ടോ. അപ്പോൾ അരി അങ്ങനെ പറക്കിയിട്ട് വരുമ്പോഴത്തേനും ചോറിൻ്റെ വെള്ളമൊക്കെ ഒന്ന് അങ്ങനെ അടുപ്പിൽ കിടന്നിട്ട് ചൂടായിട്ട് വരും കേട്ടോ. പിന്നെ പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു. തലേ ദിവസം നല്ല മഴയായിരുന്നു, കറണ്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ പാത്രമൊന്നും മോറി വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ വലിച്ചിട്ട് കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ ഇതാ ചെറിയ മോള് നീച്ച് വന്നിട്ടുണ്ട് കേട്ടോ. വെയ്യ ആരെ ചതിച്ച് ആരെ ഛർദിച്ച് ചതിച്ച് താറ്റന് മരുട്ടില്ല ചീച്ചിയണ്ടില്ല എനിക്കൊക്കെ വന്നിട്ടാണ് ഏറെ. പാത്രം കഴുകണോടത്ത് എന്താണ് ഇങ്ങനെ പുറത്തേക്ക് കെട്ടി വെക്കണം കേട്ടോ. അപ്പോൾ അത് ആകെ അട്ടപ്പാറ് കുത്തിക്കണം. അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കണം കേട്ടോ. ഏടി ചെക്കുടുക സ്കൂൾ പോണ്ട, പനിക്കുണ്ടടി. ഇനി രണ്ടാമത്തെ കുട്ടീനെ ഇനിയിപ്പോൾ സ്കൂൾ പറഞ്ഞേക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ മൂത്ത മോൾക്കുള്ള യൂണിഫോമൊക്കെ എടുത്ത് കൊടുക്കട്ടെ കേട്ടോ. അവളെ സ്കൂൾ പറഞ്ഞേക്കട്ടെ. പിന്നെ നാലാമത്തെ കുട്ടീനെ നമ്മൾ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ അടുത്ത് കാരുണ്യയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ മരുന്നൊക്കെ കൊടുക്കണം കേട്ടോ അവൾക്ക്. അതുപോലെ നേരെ കുടിച്ചു. ഇത് കുടിക്കുമ്പോഴായിരുന്നു ഒരു മടി മേടിച്ച് കുടിക്കായിരുന്നു. മേടിച്ച് കുടിക്കായിരുന്നു.
പിന്നെ ഇതാ മോള് ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ ദോശയും പഞ്ചാരയാണ് എടുത്തിക്കണത്. അത് പഞ്ചാര ഇട്ടതിന് കുറച്ച് ചീത്താറിയൊക്കെ ചെയ്തിട്ടാ. മീൻ കറി വെച്ചുകൂടെ അറിഞ്ഞ് കുറച്ച് ചീത്തൊക്കെ അറിഞ്ഞിക്കണു. ആര് ചാറ്റിച്ച്? ആര് മരുന്ന് കുടിക്കാത്ത? ആര് മരുന്ന് കുടിക്കാത്ത? എവിടെ താത്ത? മന്ന് കെട്ടിക്ക, ഉമ്മാക്ക് മന്ന് കെട്ടിക്ക. വായ എന്താണ്? പോയിക്കോട്ടെ, നോക്കി പോണേ. അപ്പോൾ അവനക്ക് ചായ കൊടുത്തിട്ട് പിന്നെ അവനെ ബാലവാടിക്ക് പറഞ്ഞേക്കാണ് കേട്ടോ. എനിക്ക് ബാലവാടി കൊടുക്കണത് തീരെ ഇഷ്ടമല്ല കേട്ടോ. ഇന്നും പോകണം എനിക്ക്. ഇതിനെ കരഞ്ഞ് ഇഷ്ടം ബാലവാടി? ബാലവാടിയിൽ ആരെന്നെ ഇഷ്ടം? നിധുവിന്. നല്ലൊരു ദീനുണ്ട്, ദീനിന് മേധാവൊന്നുണ്ട്, മേധാവിനൊരു പേരുണ്ട്, മുഹമ്മദിനായ ബിയുള്ള ആമിന ബീവി പുഞ്ചിരിച്ചു നൂറ ഗയാ, മക്ക മണ്ണിൽ നൂറുദിച്ചു നൂറാകയാ, ലോകമാതേവൻ പ്രഭ പൂണ്ടു നൂറാകയാ, മണ്ണും വിണ്ണും ഷുഗർ പൊതിഞ്ഞു ഷുഗറുകളാകെ തിങ്കളിൻ പിറ കൊണ്ടുതിൽ വാഴ്ത്തിടത്തിരുന്നേ. ഇതിന് ഇന്നലെ തിരുമ്പിട്ട തുണികളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂട് കൊള്ളിക്കാനും വേണ്ടിയിട്ട് നല്ല ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ഒന്ന് ചൂട് കൊള്ളിക്കാനും വേണ്ടിയിട്ട് ഒന്നും കൂടി അയൽമുക്ക് ഇടുകയാണ് കേട്ടോ. ഒക്കെ തിന്നാ മുട്ടായിയാ? തീ കത്തി കേട്ടോ. അച്ഛനൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ? ഉണ്ടാക്കാൻ കാണാൻ മുട്ടരിയല്ലേ? പിന്നെ ഞാൻ തിരുമ്പാനും വേണ്ടിയിട്ട് ഇറങ്ങിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം കുളിമുറിയുടെ ഉള്ളിൽ നിന്ന് പൈപ്പ് കുത്തിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അങ്ങനെ വെള്ളം പിടിച്ചിട്ടാണ് കേട്ടോ തിരുമ്പുക. കുറച്ച് അധികം തന്നെ ഒന്ന് തിരുമ്പാനുണ്ടായിരുന്നു. പിന്നെ മോൾക്കൊന്നും വയ്യാത്ത കാരണം അവർ മൂത്രമൊഴിച്ചിട്ടും ഛർദ്ദിച്ചിട്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ബക്കറ്റിലിരിക്കണ പിന്നെ ഉണക്കാൻ സ്ഥലമില്ല കേട്ടോ. അപ്പോൾ പിന്നെ അത് അങ്ങനെ ബക്കറ്റിൽ വെച്ചിട്ടാണ്
പിന്നെ ചോറൊക്കെ വന്ന് ഊറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ വന്ന് നോക്കുമ്പോൾ മോൾ അങ്ങനെ ക്ഷീണിച്ച് കിടന്നിക്കണം കേട്ടോ. ഇനി മോളായിട്ടൊന്ന് ആശുപത്രി പോയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരണ്ട് ഇൻഷാ അല്ലാഹ്.